എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അവൽ മിൽക്കാണ്. ഒരു സ്പെഷ്യൽ മലബാർ വിഭവമാണ്, അറിയാലോ അല്ലേ? അപ്പോൾ ഒരുപാട് പേരെ എൻ്റെ അടുത്ത് ചോദിക്കുന്നു അവൽ മിൽക്കിൻ്റെ റെസിപ്പി. അപ്പോൾ ഞാൻ തൃശ്ശൂർക്കാരിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ബേസിക്കലി ഞാൻ അവൽ മിൽക്ക് ഇതുവരെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഉണ്ടാക്കി മാത്രം കഴിച്ചിട്ടുള്ളൂ. പുറത്ത് പോയൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് പേരെടുത്ത്, അതായത് മലബാർ ഏരിയയിലുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒരുപാട് പേരെടുത്ത് ഞാൻ റെസിപ്പി തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരോട് തിരക്കുമ്പോഴും ഓരോ രീതിയിലാണ്, അതായത് കുറച്ച് മാറ്റങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാനിപ്പോൾ അത് ചെയ്യുന്നത്. അതായത് ഓത്തൻറ്റിക് രീതിയല്ല ഞാൻ കാണിക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, മലബാറിൽ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലാണ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഒരു മലബാർ ഏരിയയിൽ ഇങ്ങനെ സ്പെഷ്യൽ അവൽ മിൽക്കിന് തന്നെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട് അല്ലേ? പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കേരളത്തിലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ അവൽ മിൽക്ക് അവൈലബിൾ ആണ്. പക്ഷേ തുടക്കം മലബാറിൽ തന്നെയാണ്. അപ്പോൾ മലബാറിൻ്റെ വിശേഷപ്പെട്ട അവൽ മിൽക്ക് നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത് മാത്രമല്ല, വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ചേച്ചി ചില സമയത്ത് കമൻസിന് റിപ്ലൈ തരുന്നില്ല. അതായത് പ്രത്യേകിച്ചും എനിക്ക് മെസ്സഞ്ചറിൽ എഫ്ബിയിൽ എനിക്ക് ഒരുപാട് പേരും മെസ്സേജ് അയക്കാറുണ്ട്. മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ എന്താണെന്നറിയാമോ, ഈ വീക്കെൻഡിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളിയും ശനിയും ദിവസങ്ങളിലൊക്കെ ഇവിടെ പിള്ളേരുണ്ടാവും, ജാഞ്ചേട്ടൻ ഉണ്ടാവും. അപ്പോൾ തിരക്കായിരിക്കും, കുട്ടികളെ പഠിപ്പിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എനിക്ക് ആ സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ചിലപ്പോൾ സാധിക്കാറില്ല. അതുമാത്രമല്ല, രാത്രി സമയങ്ങളിൽ ഇപ്പോൾ അമേരിക്കയിലുള്ള കുട്ടികളൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ, അതായത് കുക്കിംഗ് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് സംശയങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഉറങ്ങിയിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർക്കണം. അത് ഓർക്കാതെ പിന്നെ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് എങ്ങനെയാണ് അവൽ മിൽക്ക് തയ്യാറാക്കാം നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് അവലാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അവലാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതായത് ഓവറായിട്ട് അങ്ങ് ഫ്രൈ ചെയ്യാൻ പാടില്ല. എന്നാലും ഈ അവലിൻ്റെയൊക്കെ ഒരു പച്ച ചൊവ ഉണ്ടാവും, പച്ച സ്മെല്ലുണ്ടാവും. അതൊന്ന് മാറ്റാൻ വേണ്ടി മാത്രം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് കടായിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ള അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് അവൽ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ വെള്ളവലാണ് കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് തോന്നാറുള്ളത്. ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ അവൽ ഒരു 5 മിനിറ്റ് ഞാൻ ചെറിയ തീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മതി, ഓഫ് ചെയ്യാണ് ഞാൻ. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ പറഞ്ഞ പോലെ ഏത് അവൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വൈറ്റ് അവലാണ് കുറച്ചും കൂടെ നല്ലതെന്ന് മാത്രം, കാണാൻ ഒരു കാഴ്ചയ്ക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൽ നെല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കളയാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലേക്ക് വേണ്ടത് പാളയംതോടൻ പഴമാണ്, അതായത് ചെറുപഴം എന്ന് പറയും, ചിലർ മൈസൂർ പൂവ് എന്ന് പറയും. അതായത് ചെറിയൊരു പുളിയുള്ള പഴമാണ് ഏറ്റവും ബെസ്റ്റ്. ഒതൻറ്റിക് രീതിയിൽ സാധാരണ നമ്മൾ അവൽ മിൽക്ക് ചെയ്യുമ്പോൾ ചെറിയ പഴമാണ് യൂസ് ചെയ്യാറ്. പക്ഷേ എൻ്റെ അടുത്ത് തൽക്കാലം ആ പഴം ഇല്ലാത്ത കാരണം ഞാൻ റോബസ്റ്റ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പാളയംകോടൻ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇതിനുള്ള പഴം എന്ന് പറയാൻ. അപ്പോൾ നമുക്ക് നല്ല പഴുത്ത പഴം ആയിരിക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, ചെറിയൊരു പുളിപ്പുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഒരു ഗ്ലാസ് ഒരു കുഴിയുള്ള ഒരു പാത്രത്തിലോട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ആ പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതേസമയം നിങ്ങൾക്കിപ്പോൾ മിക്സിയിലിട്ട് ഇച്ചിരി പാലും കൂടി മിക്സ് ചെയ്ത് അരച്ചാലും മതി കേട്ടോ. പക്ഷേ അരയ്ക്കുന്നേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു കുറേ ചെറിയ പഴത്തിൻ്റെ ബൈറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ഫോർക്ക് എടുക്കുക. ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മിക്സിയിലിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് അനുസരിച്ച് ചേർക്കുന്ന പഴത്തിൻ്റെയും അവലിൻ്റെ അളവിൽ മാറ്റം വരും. അപ്പോൾ ഒരുപാട് വലിയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അവൽ മിൽക്കിനുള്ള അളവേ ഉള്ളൂ. അതേസമയം ചെറിയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ 2 അവൽ മിൽക്കിന് ഉപയോഗിക്കാം. മാത്രമല്ല, ചിലവർക്ക് പഴം കൂടുതലായിരിക്കും ഇഷ്ടം, ചിലവർക്ക് പഴം കുറവായിരിക്കും ഇഷ്ടം. അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് പ്രിഫറൻസ്, അതനുസരിച്ച് മാറ്റം വരുത്താൻ മറക്കരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കാണുമ്പോൾ ചെറിയ കഷ്ണങ്ങൾ നമുക്ക് കഴിക്കാനും വേണം, അതേസമയം ഉടഞ്ഞിട്ടുണ്ടാവണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു പഴത്തിന് കുറച്ചൊരു ടേസ്റ്റ് കൂടും. അതായത് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. നമ്മൾ പഞ്ചസാര വീണ്ടും ഇടുന്നുണ്ട് കേട്ടോ. എന്നാലും ഈ പഴത്തിൻ്റെ കൂടെ പഞ്ചസാര ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പഞ്ചസാരയുടെ അളവും ഈ പറഞ്ഞ പോലെ തന്നെ ഡിപ്പെൻസ്. ഓരോരുത്തർക്കും പഞ്ചസാര മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് തീരുമാനിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പഴം നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പഴമായിട്ടുണ്ട്, അവലായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് കുറച്ചൊരു ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്
ബിസ്ക്കറ്റാണ്. ഇപ്പോൾ ബിസ്ക്കറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബിസ്ക്കറ്റ് ഉപയോഗിക്കാറുണ്ട് ചിലർ, ഹോർലിക്സ് ഉപയോഗിക്കാറുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊക്കെ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്താം. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഗുഡ് ഡേ ബിസ്ക്കറ്റ് കാഷ്യൂ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. 2 ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഇങ്ങ് പൊടിച്ച് ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് താല്പര്യമില്ലെങ്കിൽ ഇത് ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം. ഓക്കെ. പിന്നെ നല്ല തണുത്ത പാല് വേണം നമുക്ക്. പിന്നെ വേണ്ടത് പഞ്ചസാര. പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കപ്പലണ്ടി. ഇപ്പോൾ കപ്പലണ്ടി വാങ്ങിച്ച് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണിത്. ഇതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ റോസ്റ്റഡ് ആയിട്ടുള്ള പീനട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ അതിൽ ചെറിയൊരു ഉപ്പ് രസം ഉണ്ടാവും. പക്ഷേ ഞാനത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു മധുരത്തിൻ്റെ കൂട്ടത്തിൽ കൂടെ ചെറിയ ഉപ്പ് രസമുള്ള പീനട്ട് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തൊലിയോട് കൂടിയുള്ള കപ്പലണ്ടി വറുത്ത് അതിലത്തെ തൊലി മാറ്റുക, അതല്ലെങ്കിൽ ഓൾറെഡി വറുത്തിട്ടുള്ള കപ്പലണ്ടി വാങ്ങിക്കുക. അതെന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ ആവശ്യത്തിനുള്ള കപ്പലണ്ടി ഇതേപോലെ തന്നെ വറുത്തത് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അവൽ മിൽക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. പിന്നെ അതുപോലെ തന്നെ ചിലർ ഇതിലേക്ക് വാനില ഐസ്ക്രീം ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിൽ വാനില ഐസ്ക്രീം ചേർത്തിട്ടും കാണിച്ചു തരാം, ഒന്നിൽ ഐസ്ക്രീം ഇല്ലാത്തതും കാണിച്ചു തരാം. അപ്പോൾ 2 ടൈപ്പ് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്താണെന്ന് നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്കായിട്ട് നമുക്ക് കുറച്ച് അവൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവൽ ഒരു പിടി അവലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് പീനട്ട്സ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബദാം പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്താ ഇഷ്ടം വെച്ചാൽ അതും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ തൽക്കാലം ഇത്ര മാത്രം ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത്, ഗുഡ് ഡേ ബിസ്ക്കറ്റ്. ഗുഡ് ഡേ ബിസ്ക്കറ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ, ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ പഴം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതേപോലെ തന്നെ അവൽ, വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ക്രഞ്ചി എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കറി വേൾഡിൻ്റെ അഡ്മിനുണ്ട് ഷാനി പറഞ്ഞിട്ടുണ്ട്, അവർ മലബാർ ഏരിയയാണ്. അപ്പോൾ കോഴിക്കോട് ഏരിയയിലൊക്കെ ഇതിൻ്റെ മേലെ അവസാനം അവർ മിക്സ്ചർ ഇടുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു റെസിപ്പി നമ്മൾ ഫോളോ ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഓക്കെ. ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ ഞാൻ ഇതിലേക്കിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് പാലാണ്. പാല് തണുത്ത പാലാണ്. നമ്മൾ ബോയിൽ ചെയ്ത് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് കേട്ടോ. അത് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ അവലിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ അവൽ മിൽക്ക്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. അപ്പോഴാണ് ഈ പഴവും അവലും പാലിൽ കിടന്ന് കുതിർന്ന് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഷുഗറും എല്ലാം കൂടി മിക്സായി ആ കൺസിസ്റ്റൻസി വരിക. പിന്നെ എനിക്ക് ഇത് ഓവറായിട്ട് അങ്ങ് തിക്കാവാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 3/4 ഗ്ലാസ് 240 ml ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേസമയം നിങ്ങൾക്ക് ഇത്ര ലൂസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത്ര പാൽ ഒഴിക്കണം. അപ്പോൾ ആദ്യത്തെ 1 ഗ്ലാസ് അവൽ മിൽക്ക് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ ബിസ്ക്കറ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഹോർലിക്സ് ഉണ്ടെങ്കിൽ ഹോർലിക്സ് ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഷുഗർ കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി 1 ഗ്ലാസ് ഞാൻ എടുത്തത് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് പഴം കുറവ് പോലെ തോന്നി. അപ്പോൾ ഒരു പകുതി പഴം കൂടി ഇതിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അടുത്ത ഗ്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ 1.5 പഴം മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഗ്ലാസ് എടുക്കുക. അതിലോട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴം മിക്സ് ചെയ്തത്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ അവലിട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ബിസ്ക്കറ്റ് നിർബന്ധമില്ല. കപ്പലണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വീണ്ടും പഴം. ഇത് നമുക്ക് കുറച്ച് തിക്കായിട്ട് ചെയ്യാം. പിന്നെ ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ മിക്സ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഫോട്ടോ കാണാൻ ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കുക. ഇപ്പം ഇതിൽ ഞാനൊരു 1/2 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നേരത്തെ ഞാൻ 3/4 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അവസാനമായിട്ട് ഞാൻ എനിക്ക് ചേർക്കാൻ പോകുന്നത് വാനില ഐസ്ക്രീമാണ്. ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം മിക്സ് ചെയ്തിട്ടില്ല, നമുക്ക് അവസാനം മിക്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ സെർവ് ചെയ്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്താൽ മതി. പിന്നെ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക്
ചെറി വെച്ച് കൊടുക്കാം. റെഡ് ഓൺ ഗ്രീൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ, റെഡ് താഴേക്ക് പോയി ഗ്രീൻ വന്നപ്പോൾ. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള നമ്മുടെ അവൽ മിൽക്ക്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഒത്തൻറ്റിക് റെസിപ്പി ഒന്നും അല്ല, എൻ്റെ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ 2 ടൈപ്പ് അവൽ മിൽക്കും റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ കൂടുതലും പാൽ ഒഴിച്ചിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കുതിർന്നു. അതായത് നമ്മൾ അവലാണ് ചേർത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവൽ ചേർത്തപ്പോൾ നല്ല കൺസിസ്റ്റൻസി ആയി, നല്ല തിക്കായിട്ടുണ്ട്, ആവശ്യത്തിനുള്ള തിക്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചേർക്കുന്ന പാലിൻ്റെ അളവ് ഡിപ്പെൻസ്. നിങ്ങൾക്ക് ഭയങ്കര തിക്കായിട്ടുള്ള അവൽ മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതേസമയം കുറച്ച് തിന്നായിട്ടുള്ള അവൽ മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ പാല് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇടുന്ന പഞ്ചസാരയുടെ അളവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിപ്പെൻസ്. പിന്നെ പഴത്തിന് നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഐസ്ക്രീം ആണെങ്കിലും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. അതായത് നമ്മൾ ചേർത്തിരിക്കുന്ന പഞ്ചസാരയൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ അറിയണ്ടേ. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഈ മധുരം മതി, ഓവറായിട്ട് മധുരമൊക്കെ നമുക്ക് ഇത്ര കഴിക്കാൻ പറ്റില്ല, മടുപ്പ് വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് ഏത് സമയത്ത് വേണമെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ ഐസ്ക്രീം ആണെങ്കിലും ഐസ്ക്രീം ഉള്ളത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക. അപ്പം ഞാൻ തണുപ്പായതുകൊണ്ട് ഞാൻ ഐസ്ക്രീമിനുള്ളത് കഴിക്കുന്നില്ല. പലർക്കും പല രീതിയിലായിരിക്കും താല്പര്യം. അതായത് ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ, അതായത് അവലിട്ട വശം തന്നെ കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അതേസമയം അവൽ കുതിർന്ന് കഴിഞ്ഞിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ കുതിർന്ന് കഴിഞ്ഞിട്ട് കഴിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, അതിനുശേഷം കഴിക്കുക. അതേസമയം നല്ല ക്രിസ്പി ഓടുകൂടി തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. അപ്പോൾ അവലിൻ്റെ ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന നട്ട്സിൻ്റെയും ബിസ്ക്കറ്റിൻ്റെ എല്ലാം കൂടിയുള്ള ഒരു ടേസ്റ്റും കൂടി വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അതെങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യം അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Look like the students who go for interview. അയാൾക്കത് എഴുതുകയാണ്. Which part of you not taking? I don't understand. ഓ അവി കുറേ എഴുതിണ്ടല്ലേ. എൻ്റെ അമ്മേ വയ്യ. അവസാനം ഒരു വലിയ അറിയപ്പെടുന്ന കലാകാരൻ്റെ അമ്മയായിട്ട് മാറും. കഥാകാരൻ്റെ പോയമാണോ സ്റ്റോറിയാണോ വരയ്ക്കാൻ എനിക്ക് വീഡിയോ എടുക്കാം.